ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉള്ളത് ഒമാനിൽ റൂവിയിലുള്ള അമാന ഫ്രഷ് ഫ്ലവേഴ്സ് ആൻഡ് ബാക്കി കൂടെ പറയാൻ പറ്റത്തില്ല. ഫ്രഷ് ഫ്ലവേഴ്സും ഉണ്ട് ധാരാളം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പ്രവാസിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുമല്ലോ. ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓണാഘോഷം, ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ഒരു ഗെറ്റ് ടുഗദർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങൾ മിസ് ചെയ്യും. കുറേ കുപ്പിവളകൾ അല്ലെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ്, മുല്ലപ്പൂവ് അങ്ങനെ ഒത്തിരി പിന്നെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഉമുക്കിരി ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വലിച്ചു വാരി കിട്ടിക്കൊണ്ടാണ് വരുന്നത്. ഇവിടെ കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്ത്. പക്ഷെ ഒമാനിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഒരിടത്തും അന്വേഷിച്ച് നടക്കണ്ട. അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഉടനെ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കരമായി പ്രയോജനപ്പെടുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുള്ളത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റൂവിയിൽ ആഗ്രഹം റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായി വരും. അമാനെ എന്നാണ് പേര്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വന്ന് കയറിയപ്പോൾ പോലെ എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ മണമുണ്ട്. പിന്നെ ഫുൾ ടൈം ഒരു 70s 80s 90s മലയാളം പാട്ടുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടില്ലയോ, ഫേമസ് ആയിട്ടുള്ള ചക്കയുണ്ട്, ഫുൾ ചക്കയുണ്ട്, ഹാഫ് ചക്കയുണ്ട്, എല്ലാം ഉണ്ട്. അതാണ്ട് കുറച്ച് കുറച്ച് കുഞ്ഞു പീസുകളുണ്ട്. നാന്തരം വരിക്കച്ചക്കയാണുള്ളത്. പിന്നെ എന്ത് ചക്ക ഇങ്ങനെ വിടുന്നില്ല. പിന്നെ ദാണ്ടോ കുറച്ച് ചക്ക 1 2 3 4 5 6 7 8 9 ചുള കാണും. ഇതിൽ 1 2 3 ഒക്കെ പൊളന്നു പോയിട്ടുണ്ട് ചക്കക്കുരു. ബാക്കി ചക്കക്കുരു മെഴുക്കുരട്ടിക്കുള്ളതുണ്ട്. എത്രയാണെന്നറിയോ വില? 1 റിയാൽ 730 പൈസ. 1 റിയാൽ എന്ന് പറയുമ്പോൾ ഒരു 220 രൂപ. കണക്ക് കൂട്ടിക്കോ നിങ്ങൾ. എങ്ങനെയുണ്ടപ്പോൾ വില? പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണന് പ്രിയപ്പെട്ട മഞ്ചാടി ഉണ്ട്. അതൊരു ചാക്ക് മഞ്ചാടി ഇവിടെ ഇരിപ്പുണ്ട്. അതും എല്ലാവർക്കും മിസ്സിങ് ആണ്. വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ വെക്കാനും ഒക്കെ അതെല്ലാം ഉണ്ട്. പിന്നെ നാട്ടിലെ ഞാലിപ്പൂവമ്പഴം, റെഡ് പഴം അതൊക്കെ പിന്നെ ലുലുവിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നത്തെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഉണ്ട, ശർക്കര, കരിപ്പൂട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ റോ ഫോമിൽ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിൽ പാക്ക് ചെയ്ത് നല്ല എന്താ ഭംഗിയായിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ പണ്ട് നാട്ടിൽ ചെറിയ പെട്ടിക്കട അടപ്പുകടകളിലൊക്കെ വെച്ചേക്കുന്ന പോലെ അതേപോലെ വട്ടിയിൽ എല്ലാ സാധനവും ഉണ്ട്. ഉണ്ട ശർക്കരയൊക്കെ ഡബിൾ ഷെയ്ഡ് 2 കളറിലേ ഉണ്ട്, വെള്ളയുണ്ട് ബ്ലാക്കും ഉണ്ട്. ഇതൊക്കെ ഒത്തിരി പേര് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. കരിപ്പോട്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മരുന്നുണ്ടാക്കാനും ഒക്കെ ആയിട്ട് അതെല്ലാം ഇവിടെ നല്ലതായിട്ടുണ്ട്. അടുത്തത് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ആണ്. ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്ട് അറിയായിരിക്കാം, ഇത് ഞാറപ്പഴം, ഞാറയ്ക്ക. ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നാക്കൊക്കെ ചുമന്ന് വരും. അതിനെ ഒരു നാച്ചുറാലിറ്റി ഫീൽ വരാനായിട്ട് അതിൻ്റെ ഇല സഹിതം വെച്ചിട്ടുണ്ട്. പിന്നുള്ള അതുപോലെ അതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ നിറയെ എന്താണ് പൂത്തിരി പോലത്തെ പൂ പിടിച്ചിട്ട് അതിലുണ്ടാകുന്ന ഒരു കായാണ്. ഞാമ്പയ്ക്ക എന്ന് തന്നെ പറയും. പല കളറിലുണ്ട്. അതാണെന്നാണ് അറിയാവുന്നവർക്ക് പേര് കമൻറ്റ് ചെയ്യാവേ. അതിൻ്റെ തന്നെ വെള്ള ഇതൊരു ചന്ദന കളറിലേ ഉണ്ട്. 2 സൈസും ഉണ്ട് ഇവിടെ. പിന്നെ തോന്നിയത് ഇതാണ്. എനിക്കിൻ്റെ പേരറിയത്തില്ല. ഇവരിതിൽ എഴുതിയും വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മുട്ടപ്പഴം എന്ന് പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കവർ എടുത്ത് കളഞ്ഞിട്ട്. അല്ല, മുട്ടപ്പഴമല്ല ഇത്. പിന്നെ എന്താന്ന് പറയുന്ന പനങ്കള്ളോ, പനങ്കരിക്കിൻ്റെ ഉൾഭാഗമാണിത്. അതെ, പനങ്കരിക്കിൻ്റെ ഉൾഭാഗമാണ്. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ട്. വെള്ള അരളിയും പിന്നെ ഇത് ഓറഞ്ച് കളറിലെയും ചുമപ്പ് കളറിലെയും എല്ലാം അരളിയുണ്ട്. ഇഷ്ടം പോലെ കണ്ടോ, ഇതെല്ലാം ഫ്രഷാണ്. പിന്നെ റോസ ഉള്ളിലോട്ട് ഇഷ്ടം പോലെ പലതരം റോസ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ദാണ്ടെ ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയ മാലയാണ്. നമ്മൾ ഇവിടുത്തെ അമ്പലത്തിലേക്ക് കൊടുക്കാനും പിന്നെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ഫങ്ഷൻസിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം കിടപ്പുണ്ട്. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാം കൂടെ പെറുക്കിയെടുക്കാൻ പറ്റുന്നില്ല. ദാണ്ടെ മുല്ലപ്പൂ, ഈർക്കിലി മുല്ലയും ആലപ്പുഴ മുല്ലയും പിച്ചിയും എല്ലാത്തിൻ്റെയും ഫ്രഷ് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ എവിടെ കിട്ടും? ഇത്ര അവൈലബിൾ ആയിട്ടല്ലേ. അപ്പോൾ ഒമാനിലുള്ളവർ ഇനി ഒന്നിനും ഒരു ടെൻഷൻ അടിക്കേണ്ട. എല്ലാ സാധനവും ഒരു കുടക്കീഴിൽ കിട്ടും.
ഓക്കെ, ഇതാണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ്, റോസ് ഉണ്ട്, അതിൻ്റെ തന്നെ റോസിൻ്റെ മഞ്ഞ റോസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ കാണിച്ചു തരികയാണേ. പേരയ്ക്കുണ്ട്. പിന്നെ നമ്മൾ അത്തപ്പൂവിനിടാനായിട്ട് യൂസ് ചെയ്യുന്ന ബന്ദിപ്പൂവുണ്ട്. അത് മഞ്ഞ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല നാടൻ ജമന്തി, വെള്ളയും മഞ്ഞയും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞു ചക്കയുണ്ട്, ഇടിച്ചക്ക തോരൻ വെക്കത്തില്ലേ. പിന്നെ കൈപ്പയ്ക്ക, കുഞ്ഞു പാവയ്ക്ക, നെയ് പാവയ്ക്ക എന്ന് പറയുന്ന സാധനം ഉണ്ട്. പിന്നെ മുളപ്പിച്ച പയറുണ്ട്. പിന്നെ ഈ സാധനത്തിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. എന്തോ ഒരു പുല്ലെന്നാ പറയുന്നത്. ഇത് ഇട്ട് ആവി പിടിക്കും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അമ്പലത്തിൽ നിന്ന് പുണ്യാഹം മേടിക്കുമ്പോൾ പുണ്യാഹത്തിനകത്ത് ഇതുപോലൊരു, അത് ദർഭയായിരിക്കാം, ഇട്ടിട്ട് തരും. അത് നമ്മളിങ്ങനെ എടുത്ത് കുടയുന്ന വീടുകളിൽ. അതാണോ അതോ പിന്നെ പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കുന്ന സാധനമാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു 2 തരം തുളസിയുണ്ട്. ഒരു 5-6 ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. കൃഷ്ണ തുളസിയും രാമതുളസിയും ഉണ്ട്. നല്ല ആരോഗ്യമായിട്ട് നിൽക്കുന്ന തുളസിയാണ്. അതിൻ്റെ ഒന്നും വില എഴുതി വെച്ചിട്ടില്ല. മണി പ്ലാന്റിന്റെ വില മാത്രം 1,600 എഴുതി വെച്ചിട്ടുണ്ട്. തുളസിയുടെ വില എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇതെന്താണ്? ഇത് രാമച്ചമാണോ? അല്ല, എന്താ പറയുന്ന കസ്തൂരി മഞ്ഞള്, രക്തചന്ദനം, ഇതെല്ലാം അതിന്റെ റോ ഫോമിലുണ്ട്. അടുത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കമ്മലുകളും മാലകളും വളകളും ഇഷ്ടം പോലെയുള്ള സംഭവമാണ്. നമ്മൾ രാജസ്ഥാനിലെ നാട്ടിലാണ്, എറണാകുളം, പിന്നെ എന്താ ബൈപ്പാസ് അല്ല ഭാഗം, മട്ടാഞ്ചേരി ആ ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉള്ള കമ്മലുകൾ കിട്ടുന്നത്. ആൻറ്റിക് മോഡല്, ഒരു വെറൈറ്റി മോഡൽസ് ഒക്കെ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ലോഡ് ഫാഷനുണ്ട്. ആകെ കൺഫ്യൂഷൻ അടിച്ച് മനുഷ്യൻ ചത്തുപോകും. അതുപോലുള്ള ഫാഷനുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിലോ, എന്തോ ഒരു വലിയ നഷ്ടമാണ് നോക്ക്. ഇതൊക്കെ കണ്ട ഫുള്ള്. ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 2 റിയാൽ, 400 രൂപ, 450 രൂപയാവും ഇത്. പിന്നെ നോർമൽ ജിമിക്കീസും പാർട്ടി വെയർ ജിമിക്കീസും ഒക്കെ ഉണ്ട്. കൺഫ്യൂഷൻ അടിച്ച് മേടിച്ച് ആവുമല്ലോ. വെറൈറ്റി. പിന്നെ തണ്ടേ കാണിക്കുന്നുണ്ടോ? ഇത് കണ്ട കള്ളിയങ്കാട്ട് നീലിയായിട്ട് വരാൻ കൊള്ളാം. അങ്ങനെയുള്ള ആ മോഡൽ ആൻറ്റിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആൻറ്റിക്ക് എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. കണ്ടോ, ഇത്രയും വലിയ ജിമിക്കീസ് ഉണ്ട്. പിന്നെ കുപ്പിവളകള്, അല്ലാത്ത സെറ്റ് വളകൾ, നമ്മുടെ സാരിയുടെ, ഫാൻസി സാരിയുടെ കൂടെ ഇടുന്ന സെറ്റ് വളകളുണ്ട്. അതൊക്കെ കണ്ട. ഒരു മിനിറ്റ്, ഇത്രേ കയറത്തുള്ളൂ. ഇനി നല്ല ഭംഗിയാണിത്. ഇതിന്റെ വലുതും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ മോഡൽ വളകളുണ്ട്, സിൽവർ ബേസ്ഡ് വരുന്നത് വളകളുണ്ട്. പിന്നെ ഇതാ കുപ്പിവള, നാടൻ കല്ലുവളകളെല്ലാം ഉണ്ട്. ഏത് കളർ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ നമ്മുടെ നോർമൽ വളകളുണ്ട്, മഞ്ഞ, ചുമപ്പ്, കരിവള എല്ലാം നോർമൽ വളകൾ. കല്ലുവളകൾ വേറെ ഉണ്ട്. പിന്നെ നമ്മളെ ഫാൻസി സാരി ഉടുക്കുമ്പോൾ അതിന് പറ്റിയ വളകളുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. എല്ലാ മോഡൽ വളകളും ഇവിടെയുണ്ട്. മൈലാഞ്ചിയുണ്ട്. പിന്നെ അപ്പുറത്ത് നോർമൽ വളകളുടെ ഒരു വലിയ വൻ കൂമ്പാരം തന്നെയുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലെ പഴയ മോഡൽ വള. അതാണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഈ 1 കളർ സാരി, പിന്നെ വർക്കുള്ള ബ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന മാലകൾ, ആൻറ്റിക്ക് മാലകൾ, ഒരു ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ
കൊലുസുണ്ട്, നല്ല ഭംഗിയല്ലേ, നല്ല അടിപൊളി കൊലുസുകൾ പല മോഡലുണ്ട് കണ്ടോ. പിന്നെ നാടൻ മാങ്ങാമിഞ്ചു മാല, മാങ്ങാമിഞ്ചു വരുന്ന പണ്ടത്തെ പാലക്ക പോലത്തെ മാല, പിന്നെ ഇങ്ങനത്തെ മാല, ഇതൊക്കെ നമ്മൾ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യുന്ന മാലകൾ. പിന്നെ ഗോൾഡ് കവറിങ് വളകളുണ്ട്, ഗോൾഡ് കവറിങ് മാലകളുണ്ട്. മോതുണ്ടോ, അവിടെ ഇടുന്ന എത്ര ഇട്ട് നോക്കിയാലേ ഏരു ചെറുതില്ലേ, അങ്ങനെ ഉള്ളല്ലേ. അടുത്തത് ഇവിടെ ഉള്ളത് ഇഞ്ച പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ എൻ്റെ അറിവിൽ പീച്ചങ്ങ ഉണ്ടല്ലോ, പീച്ചങ്ങ അത് പിഞ്ചായിരുന്നപ്പോൾ തോരൻ വെക്കും, മെഴുക്കുരട്ടിയൊക്കെ വെക്കിയിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ സാധനമാണ് മേല് തേക്കാൻ ഉപയോഗിക്കുന്നത്. വളരെ സോപ്പും വെള്ളവും നനഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് മേലെ വെച്ചാൽ പോരല്ലോ, ഉമ്മക്കരി, പല്ല് തേക്കാം, ഉമ്മക്കരി ഉണ്ട്, ഉമ്മക്കരി ഉണ്ട്, KP നമ്പൂതിരിയുടെ ഉണ്ട്. പിന്നെ പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഇന്ദുപ്പ് മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക്. അതാ പറഞ്ഞാൽ നമുക്കൊരു നോർമൽ കടയിൽ പോയാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കും. ഇതൊക്കെ വേണോന്ന് ആലോചിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് പ്രയോജനം ആവട്ടേന്ന് ചൊല്ലിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വന്നപ്പോൾ ഒരുവിധപ്പെട്ട ഞാൻ വേണോന്ന് നേരത്തേക്ക് ആലോചിച്ചിരുന്ന പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇന്ദുപ്പുണ്ട്, പിന്നെ കണ്ടോ ഏലാതി പ്ലസ് ഉണ്ട്. ഇതെല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന സാധനങ്ങളാണ്. അതാണ്ട് കല്ലുരുക്കിയുണ്ട്, അതായത് മൂത്രത്തിൽ കല്ലുള്ളവര് ഇതിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത്. നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇത് ഫ്രഷ് പറിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിക്കും. ഇതൊരു അത്ഭുതമാട്ടോ, ഇതെനിക്ക് പറയാൻ വയ്യ. ഞാൻ നാട്ടിൽ തന്നെ ഇതിൻ്റെ പൗഡറൊന്നും കണ്ടിട്ടില്ല. ഇത് വളരെ റെയർ ഐറ്റമാണ്. നിങ്ങൾ ഇത് വന്ന് അത്യാവശ്യമുള്ളവർക്ക് ഇതെല്ലാം കണ്ടുപിടിക്കുക. അടുത്തത് നായ്ക്കുരുണ പൗഡർ. ഇതൊക്കെ നമുക്ക് എവിടെയാ കിട്ടുന്നതെന്ന് പോലും ഒരു രക്ഷയില്ല അറിയാൻ. എന്താണ് നീലയമരി ഇട്ട് കാച്ചിയ എണ്ണ, പിന്നെ നീലയമരി പൊടിയുണ്ട്, പിന്നെ പറഞ്ഞ പോലെ ബഞ്ചറാസ് ഒരു ഫേമസ് ബ്രാൻഡാണ് ഇത്. ഫേഷ്യലിൻ്റെ എല്ലാ പ്രോഡക്റ്റും അവരുടെ ഉണ്ട്. നാട്ടിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമുക്കിവിടെ ഇതുമുണ്ട്, ഇതിൻ്റെ എല്ലാം മുൾട്ടാണിമിട്ടിയും അതും ഇതും എല്ലാം ഉണ്ട്. പിന്നെ പറയാനുള്ളത് ദാണ്ടെ ഇത് നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നതല്ലേ. പിന്നെ ക്ലോവ് ഓയിൽ, പല്ലുവേദന ഉള്ളവർക്ക് ഈ പല്ലുവേദന ഉള്ള സ്ഥലത്ത് രാത്രിയിലൊക്കെ ആകുമ്പോൾ പല്ലുവേദന കൂടുമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ഇത് പുരട്ടിയാൽ മതി, നല്ല ആശ്വാസം കിട്ടും. ആ ക്ലോവ് ഓയിലുണ്ട്. പിന്നെ എന്താ പറയുന്നത്, വിക്സ് ഉണ്ട്, പണ്ടത്തെ അമൃതാഞ്ജനുണ്ട്. പിന്നെ സ്പെഷ്യൽ ഇൻഡിക നമ്മുടെ ഡൈ ഉണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഡൈ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ സോപ്പ്, പഴയ സോപ്പുകളായ മോട്ടി സോപ്പുണ്ട്, മൈസൂർ സാൻഡല്, പിന്നെ ഗ്ലൂക്കോസ് പൊടി ഗ്ലൂക്കോസ് പൊടി. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ അല്ലേ, ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഇട്ട് കുടിക്കത്തില്ലായിരുന്നോ പണ്ട്? അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നുള്ളത് സ്ലൈഡുകളുടെ ഒരു കൂമ്പാരമാണ്. ഞാനിതൊക്കെ അന്വേഷിച്ച് എന്തുമാത്രം സ്ലൈഡുകളും സെഫ്റ്റിപ്പിനും വേണ്ടിയിട്ട് കുറേ നടന്നിട്ടുണ്ട്. സെഫ്റ്റിപ്പിനൊക്കെ ഇഷ്ടം പോലെ, ചെറിയ സൈസും വലിയ സൈസും തന്നെ ഉണ്ടോ, ഇത്രയേ ഉള്ളത്, ഒരു 10 ഉള്ളതാണ്. ഇത് 250 പൈസയേ ഉള്ളൂ. 250 പൈസ എന്ന് വെച്ചാൽ 25 രൂപ എന്ന് കൂട്ടിക്കോ നിങ്ങൾ, അത്രേ ഉള്ളൂ. അതിൻ്റെ ഗോൾഡിൻ്റെ ഉണ്ട്, പിന്നെ യൂപിൻ ഉണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയാൻ വയ്യായിരിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്. നാട്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തിരിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മുടെ സാധാരണ ക്ലിപ്പ്, നമ്മുടെ നാട്ടിലെ പണ്ടത്തെ എന്താ സ്ലൈഡ്, ഈ സ്ലൈഡൊക്കെ 100 പൈസയേ ഉള്ളൂ നമുക്ക്, വെറും 100 പൈസ. 100 പൈസ എന്ന് പറഞ്ഞാൽ നാട്ടിൽ 20 രൂപ അതിനപ്പുറമാവും. പിന്നെ മറ്റേ ടിക് ടാക്ക് എന്ന് പറയുന്ന ക്ലിപ്പുണ്ടല്ലോ, അതിൻ്റെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. പിന്നെ വലിയ സൈസ് സ്ലൈഡുകളുണ്ട്. ഞാൻ ഇതെല്ലാം A to Z കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്, അതെനിക്കറിയാം, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ. അല്ലാതെ തന്നെ പേഴ്സണലി ആവശ്യമുള്ളവരുണ്ട്, ഇതുപോലത്തെ ഒറ്റവളകൾ. പിന്നെ ഇഷ്ടം പോലെ കളക്ഷൻ പൊട്ടുകളുണ്ട്.
കുഞ്ഞു മക്കൾക്ക് ഇഷ്ടമുള്ള കല്ല് വെച്ചതും അല്ലാത്തതും, പിന്നെ നമ്മുടെ നാട്ടിലെ ശില്പ പൊട്ടുകൾ എല്ലാ സൈസിലും എല്ലാ പോയിന്റ്സിലും ഉള്ളതുണ്ട്. പിന്നെ നാട്ടിലെ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് മേടിക്കുന്ന ഈ ടൈപ്പ് പൊട്ടുകൾ ഉണ്ട്. പിന്നെ കുഞ്ഞി പൊട്ടുകളുണ്ട്, തീരെ കുഞ്ഞി പൊട്ടുകൾ കണ്ട, തീരെ കുഞ്ഞി പൊട്ടുകൾ ബ്ലാക്ക്. പിന്നെ റെഡ് ഉണ്ട് അതിൻ്റെ തന്നെ കുഞ്ഞി പൊട്ടുകൾ. പിന്നെ തലയിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമ്മൾ നാട്ടിലിപ്പം ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്. നമ്മളിങ്ങനെ ഭഗവാന്റെ വിഗ്രഹത്തിലൊക്കെ ഇങ്ങനെ വെക്കും. പിന്നെ നമ്മൾ ഓരോ കളറിലെ സെറ്റും കൊണ്ട് കൊടുക്കുമ്പോൾ അതേ കളറിലെ ഇത് വെക്കാറുണ്ട്. അതിൻ്റെ കളക്ഷൻ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഡാൻസിനൊക്കെ വെക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ അമ്മക്കെട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്നത്, ഇതൊക്കെ 1,600. അതായത് പൂ വെച്ച പോലെ ഇരിക്കും, കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കുപ്പിവെള്ളം അഴിക്കാതെ ഇരിക്കുന്ന നമുക്ക് കുപ്പിവെള്ളം ശാലം പോലും ഇതാണ് യഥാർത്ഥത്തിലെ നമ്മുടെ പണ്ട് കാലം മുതലേ ഉള്ള കുപ്പിവള എന്ന് പറയുന്നത്. ഇതാണ് കല്ലുവള. ഇതിൽ വർക്ക് വന്ന വളയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതാണ് ഒറിജിനലായിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കല്ലുവള അല്ലെ കുപ്പിവള എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സാധാരണ കാണുന്ന കരിവളകളും മറ്റുള്ള വളകൾ വന്നത്. ഇത് ഇന്നും വലിയൊരു തിളക്കമൊന്നും കാണത്തില്ല, പക്ഷെ നല്ല സൗണ്ടുള്ള വളയാണ്. കൺമഷി ഉണ്ട്. പിന്നെ നമ്മളെ മറ്റൊന്നും നാട്ടിൽ പണ്ടെഴുതുന്നേ ഇതെല്ലാം ഒരു കൺമഷി ഞാൻ ഏതായാലും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മാലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പഴയ മോഡൽ മാലകളാണ്, എല്ലാം പഴയ മോഡലാണ്. നൊസ്റ്റാൾജിക് മൂഡ് വരുന്ന എല്ലാം പഴയ മോഡൽ മാലകളുണ്ട്. പിന്നെ ഇനി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഇഷ്ടം പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട് നമുക്ക് ഒരുക്കാൻ. പിന്നെ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടാണ് കെട്ടിയ പിന്നിയ മുടി, പിന്നാത്ത മുടി, എക്സ്റ്റൻഷൻസ്, പിന്നെ സാരിയിൽ വെക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അമ്മമാരെല്ലാം കോട്ടൺ സാരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സാരിയിൽ ഫോൾസ് വെക്കും, സാരിയുടെ അടിഭാഗം തട്ടി കീറാതിരിക്കാൻ. അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. പക്ഷെ ഒരെണ്ണത്തിന് 500 പൈസ. 500 പൈസ എന്ന് പറയുമ്പോൾ നാട്ടിൽ 100 രൂപ അല്ലേ, 100, 110, 120 രൂപയ്ക്ക് അകത്ത് വരും. നാട്ടിൽ ഏകദേശം ആ വിലയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ യൂസ് ചെയ്യാറില്ല, അമ്മമാരാണ് നമ്മൾ സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ ഡാൻസിന് പറ്റിയ സാധനങ്ങളല്ല, കണ്ടിട്ട് ഡാൻസ് അല്ലേ ഇവിടെ വെക്കുന്നതാണോ? അല്ലേ, അതാണ്ട് ഇങ്ങനെ പിന്നിട്ട് കൊള്ളാവോ? അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് വടയൊക്കെ വെക്കുന്ന ആ സാധനം ഉണ്ട്. പിന്നെ ചെറിയ വട, വലിയ വട, കുഞ്ഞു ശ്രീയേശ്വരനെ കൊടുത്ത് ചെറിയ വട കൊടുത്ത് വലിയ വട മേടിച്ചു, അതെല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ചെറിയ ചെറിയ കൂജകൾ ഉണ്ട്, പാത്രങ്ങളുണ്ട്. പിന്നെ സ്പെഷ്യൽ മീൻചട്ടികൾ, പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ കടായി പറഞ്ഞു കൊണ്ട് തരത്തില്ലേ, ഇങ്ങനത്തെ. ഇതൊക്കെ തൊടാനൊരു പേടി കേട്ടോ, ഒത്തിരി പാടുപെട്ട് കൊണ്ടുവരുന്നല്ലേ അവർ. ഒരെണ്ണം തൊട്ടാൽ ചിലപ്പോൾ പൊട്ടും. പിന്നെ ചെറിയൊരു വെറി വീണിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പാത്രങ്ങളുണ്ട്. നമ്മൾ നാട്ടിൽ സംഭാരം കിട്ടുന്ന ഇപ്പം ഇതിനകത്താന്ന് തോന്നുന്നു. അത് നമ്മുടെ വീട്ടിലും നമുക്ക് ഉറയൊക്കെ ഒഴിച്ചു വെക്കാൻ നല്ലതാണ്. പിന്നെ ചട്ടി ഉണ്ട്, വലിയ ചട്ടിയുണ്ട്, ചെറിയ ചട്ടിയുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒന്നും വില ഇതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ അതണ്ട ഈ ടൈപ്പ് ചട്ടിയുണ്ട്, നമ്മൾ അവിയൽ, പുളിശ്ശേരി, സാമ്പാറൊക്കെ വെക്കുന്ന ടൈപ്പ് ചട്ടിയുണ്ട്. കലമുണ്ട്, അത്യാവശ്യം നല്ല കലമുണ്ട്, മൺകലമുണ്ട്. പൂജാ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുവിധപ്പെട്ട പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, ശബരിമലയ്ക്ക് പോകണമെങ്കിൽ മാല ഇട്ടുണ്ട് അമ്പലത്തിൽ, നമുക്ക് പൂജിച്ചിട്ട് ഇടാം. വ്രതം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി മലയ്ക്ക് പോയാൽ മതി. അതിന് ചരടുകളുണ്ട്. പിന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ കയ്യിൽ കെട്ടുന്ന ചരടുണ്ട്. അതിൻ്റെ ഒരു കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ ടൈപ്പ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെക്കേഷൻ പോകുമ്പോഴായിരിക്കും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത്. ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മെഴുകുതിരി, ചന്ദനത്തിരി, പിന്നെ തന്നെ സെറ്റായിട്ടുണ്ട്. അമ്പലത്തിൽ പോകേണ്ടവർക്ക് തിരിയും വിളക്കെണ്ണയും ഇവിടെ ഒന്നിച്ചുണ്ട്. പിന്നെ വിളക്ക് തേക്കുന്ന ഉണ്ടല്ലോ, നമ്മുടെ ക്ലാവ് പോകാനായിട്ടുള്ള അതെല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ തിരികളുടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. പിന്നെ പിന്നെ ഈ ഹോളിക്കൊക്കെ ഇടാനും പിന്നെ കോലം വരയ്ക്കാനും പറ്റിയ കുറേ കളർ പൗഡറുകളുണ്ട്. ഇഷ്ടംപോലെ ചിരാതുണ്ട്. പിന്നെ നാച്ചുറൽ മഞ്ഞൾ, നമ്മളിത് പൊടിച്ച് കഴിക്കണമെന്നല്ലേ പറയുന്നത്, എന്തോ ഒരു വൈറ്റമിൻ കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് ഫ്രഷ് ഉണ്ട്. ചിരാത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും ഉണ്ട്, നമ്മുടെ നാടൻ സ്റ്റൈലും ഉണ്ട്. വിളക്കുകളുടെ കൂമ്പാരമാണ് എന്താ നമുക്ക് നാട്ടിൽ ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള വിളക്കുകളല്ലേ കത്തിക്കുന്നത്. ഫ്ലാറ്റ് ആകുമ്പോൾ ഒത്തിരി സൗകര്യമൊന്നും കാണത്തില്ല വിളക്ക് കത്തിക്കുന്ന നാട്ടിലെ പോലെ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കത്തിക്കുന്നത്. തൂക്കുവിളക്കുണ്ട്, സെയിം ഒരു വിളക്ക് എനിക്കും ഉണ്ട്. പിന്നെ നശിപ്പിച്ചു. പിന്നെ ഈ സാധനം മണി കണ്ടില്ലല്ലോ. പിന്നെ ചന്ദനത്തിരി കത്തിക്കുന്നത് മണിയുണ്ട്, കിണ്ടിയുണ്ട്, ഉരുളിയുണ്ട്, എല്ലാ സാധനങ്ങളും. പറയുണ്ട്. അത് ചെറുതും വലുതുമായിട്ടുള്ള പറയുണ്ട്. ഏറ്റവും ചെറിയ പറയാണിത്. ഇതിനൊരു 3 റിയാലാണ്. 3 റിയാൽ എന്ന് പറയുമ്പോൾ എത്ര ആവും നാട്ടിൽ? 650-700 രൂപ അല്ലേ? അത്രത്തോളം വില, അത്ര വിലയൊക്കെ ആവും തോന്നുന്നു. പിന്നെ വെള്ളം വെക്കുന്ന ആ സാധനം, പിന്നെ ഇച്ചിരി വലിയ വിളക്ക്, പിന്നെ വിളക്ക് തേക്കുന്ന ആ ഓയിലുണ്ട്. പലതരം പല ആൾക്കാരിന് ഉണ്ട്. പൂജയ്ക്കുള്ള ദർഭ റെഡി. പിന്നെ പിന്നെ നല്ല എന്താ പറയുന്നത്, കമുകിൻ്റെ പാള വെച്ചുള്ള പ്ലേറ്റുകളുണ്ട്. അമ്പലത്തിൽ നമ്മൾ ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയല്ലേ, പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. അപ്പം ഇങ്ങനെയുള്ള പാത്രത്തിലാണ് പൂവൊക്കെ അമ്പലത്തിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ വിളക്ക് തേക്കുന്ന എല്ലാം. പിന്നെ ചന്ദനം മുട്ടിയുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. ഇതെന്നതാ എനിക്കറിയത്തില്ല. താജ്. പിന്നെ ഇഷ്ടം പോലെ ചന്ദനത്തിരി, കർപ്പൂരം, പിന്നെ പുകയ്ക്കുന്ന സാധനങ്ങൾ. പിന്നെ ചന്ദന മുട്ടിയുണ്ട്. പണ്ട് ഇതായിരുന്നു, എൻ്റെ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ കല്ലിൽ ഇങ്ങനത്തെ സാധനം വെച്ച് വരച്ചിട്ട് ആ ചന്ദനം എടുത്തായിരുന്നു രാവിലെ കുളിച്ചിട്ട് തൊടുന്നത്. അതുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന തരത്തിൽ ഉണ്ട്. അതിൻ്റെ തന്നെ രക്തചന്ദനം ഉണ്ട്, അതായത് ഒരു അടച്ചിരിക്കുകയാണ്. പിന്നെ സിന്ദൂരം, എനിക്കൊരു സിന്ദൂരം വേണം, എൻ്റെ സിന്ദൂരം തീർന്നിരിക്കും. സിന്ദൂരം ഉണ്ട്. സിന്ദൂരം എത്ര പൈസയാ? 400 പൈസ. കൺവെർട്ട് ചെയ്യണോ? 48, 80 രൂപ അല്ലേ? 80 രൂപ, 80 രൂപ. 80 രൂപയ്ക്ക് നാട്ടിൽ 20 രൂപയ്ക്ക് കുമ്മിണി തരുന്നത്. അത് കൊള്ളത്തുമില്ല. അതൊരു കുറേ കളേഴ്സ് ഉണ്ട് അതിൻ്റെ. സാൻഡൽ പൗഡർ ഉണ്ട്, അത് ചിലപ്പോൾ അത്രത്തോളം നന്മ ആയിരിക്കത്തില്ല. പിന്നെ തിരികൾ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചരടുകൾ കെട്ടാനുള്ളവർക്ക് എല്ലാ കളറിലെയും ചരടുണ്ട്. മഞ്ഞ, കറുപ്പ് ഉണ്ടോ, എല്ലാ ഇതെല്ലാം ഒരു അറിവല്ലേ എല്ലാവർക്കും. ഇതൊക്കെ ഒത്തിരി പേര് അന്വേഷിച്ച് നടക്കുന്നില്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്, വലിയ പ്രൈസൊന്നും ഇല്ല. നാട്ടിൽ നമ്മൾ വലിച്ചെട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തുടർന്ന് ഇതുപോലുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യാൻ നോക്കാം. സപ്പോർട്ട് ഉണ്ടാവണം.